അതായത് ഇന്നത്തെ സന്ദേശം പറയുന്നുമ്പേ എൻ്റെ ആമുഖം പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ സഹപ്രവർത്തകനില്ലേ വിജയകുമാർ, അദ്ദേഹം ഇവിടെ വന്നത് 2003 വന്നതാണ്. ഇപ്പം 2023 കഴിഞ്ഞ് 25 ഇപ്പം 22 കൊല്ലമായി അദ്ദേഹം വന്നിട്ട്. അപ്പം അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒത്തിരി പ്രതിയോഗികളുണ്ടായിരുന്നു. CBIയുടെ അന്വേഷണങ്ങൾ വരെ വന്നതാണ്. അപ്പോൾ ഒരിക്കലേ ഞങ്ങൾ കാനഡയിലോ മറ്റേ ചെന്നപ്പോൾ, അവിടെ സുവിശേഷ വേലയ്ക്ക് ചെന്നപ്പോൾ, അവിടുന്ന് 1-2 പേര് പുള്ളിയോട് ചോദിച്ചേ, അവർ ബിസിനസ്മാരുണ്ടായിരുന്നു അവിടെ, ചോദിച്ചേ, സാറേ ഇത് എങ്ങനെയാണ് സാറേ ഇത് ഈ ബിസിനസ്സും സുവിശേഷ വേലയുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു ചോദിച്ചു. പുള്ളി ഉദ്ദേശിച്ചത് ബിസിനസ്സിൽ പലതരത്തിലുള്ള സൂത്രപ്പണിയും കളത്തരങ്ങളൊക്കെ ചില ആൾക്കാർ കാണിക്കുമല്ലോ. അപ്പം അത് അനുസരിച്ച് പുള്ളി, അപ്പം അങ്ങനെയൊക്കെ കുറച്ച് വചനം അറിയാവുന്ന ആളാണ് ആ ബിസിനസ്മാൻ. അയാൾ പറഞ്ഞ്, ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെയാണല്ലോ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ സാറിനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെ വളരെ അമീക്കബിളായിട്ട് ചോദിച്ചു. പക്ഷേ ഞാനവിടുത്തെ സാറ് എന്താ മറുപടി എന്ന് പറയുന്നു. അപ്പോൾ സാറ് ഉടനെ പറഞ്ഞ പോലെ എന്താണെന്നറിയാമോ, സാറ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞ് അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ നമ്മൾ സൂക്ഷിച്ച ബിസിനസ് ചെയ്യണത്, പക്ഷേ ഇൻ കേസ് അവിടെ എന്തെങ്കിലും ദൈവതിരുസന്നിധിയിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് കർത്താവ് തന്നെ നോക്കിക്കൊള്ളുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ സാറ് പറയാൻ പോണത്? സാറ് അവരോട് പറഞ്ഞ മറുപടി ശരിക്കും എന്നെ ഞെട്ടിച്ചു. എന്താ വെച്ചാൽ സാറ് പറഞ്ഞതാണ്, ഇപ്പോൾ ഇൻ കേസ് ദൈവതിരുസന്നിധി നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ അതിനും പോംവഴിയുണ്ടെന്ന് സാർ പറഞ്ഞു. എന്താ കാര്യം, എന്താ പോംവഴിയുള്ളത്? മത്തായി 19:24 തൊട്ട് ഉള്ള വചനങ്ങൾ പറഞ്ഞു സാറ്. ഈ മത്തായി 19, 24, 25, 26. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഞാനിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉടമ്പടിയാണ് വന്നത്. എന്താ കാര്യം അറിയാം? ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇൻ കേസ് നമ്മുടെ മെറിറ്റ് ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്ത ഓപ്ഷൻ ഗ്രേസാണ്. അതാണ് നമ്മുടെ എഫേസ്യർ 2:8 ആപ്തവാക്യമാകുന്നതിൻ്റെ കാരണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് യോഗ്യതയില്ലെങ്കിലും ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ബട്ട് ബൈ ഗ്രേസ്, അതായത് കൃപ കൊണ്ട് ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് ഈശോ പറഞ്ഞത്. കൃപ എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൽ നിന്നല്ല കിട്ടേണ്ടത്. അപ്പം ദൈവം എടുക്കേണ്ട, പക്ഷെ നമുക്ക് കൃപയോട് സഹകരിക്കാൻ പറ്റും. നമ്മുടെ കൂദാശ ജീവിതവും ആധ്യാത്മിക ജീവിതവും സുവിശേഷ മുന്നേറ്റവും അതുപോലെയുള്ള എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കലാണ്. അപ്പം കൃപയോട് നമുക്ക് സഹകരിക്കാൻ പറ്റും. അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന്. അത് അങ്ങനെ സഹകരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാമോ? ഇപ്പം അതറിയണമെങ്കിലേ, അതായത് ഇപ്പം നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും ദൈവത്തിന് കൃപയുള്ളിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ സഹായിക്കാനുള്ള ഒരു കാലാവസ്ഥ സാഹചര്യം ഉണ്ടായാൽ മതി. ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സീരിയസ് ആണ് ആധ്യാത്മിക ജീവിതം. അപ്പം അതുകൊണ്ട് നിങ്ങൾ പാപികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജീവിത വ്യാപനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ രക്ഷപ്പെടത്തില്ല, പ്രാർത്ഥിച്ചതും കാര്യമില്ല എന്നൊന്നും പറഞ്ഞ് ആരും നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും എന്ന് വിചാരിച്ചുകൊണ്ട് നീ പാപത്തിന് മേൽ പാപം ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. അതായത് നീ നിരാശപ്പെടരുത്, പ്രത്യാശയോടെ മുന്നോട്ട് പോകണമെന്നാണ് ഇന്നത്തെ സന്ദേശം. പ്രൈസ് ദി ലോർഡ്.